കട്ടപ്പന ഓസാനം ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലെ മെറിറ്റ് ജില്ലാ പോലീസ് മേധാവി ടി.കെ. വിഷ്ണുപ്രദീപ് ഉദ്ഘാടനം ചെയ്തു. ഇടുക്കി ലൈവ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് സുരക്ഷിത ജീവിതത്തിലേക്ക് നീന്തിക്കയറൂ. ഓസാനം സ്വിമ്മിംഗ് അക്കാദമി, കട്ടപ്പന. സ്കൂളിലെത്തിയ ജില്ലാ പോലീസ് മേധാവിയെ വാദ്യമേളങ്ങളുടെ അകമ്പടിയോടെയാണ് കുട്ടികൾ സ്വീകരിച്ചത്. രണ്ടായിരത്തി 23-24 അധ്യയന വർഷത്തിൽ 10ാം ക്ലാസ്സിൽ നിന്നും ഫുൾ A+ നേടിയ 62 കുട്ടികൾക്കും ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ ഫുൾ A+ കരസ്ഥമാക്കിയ 8 കുട്ടികൾക്കും 90% മാർക്ക് നേടിയ 7 കുട്ടികൾക്കുമുള്ള സമ്മാന വിതരണമാണ് സ്കൂൾ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്നത്. സ്വപ്നങ്ങൾ തിരിച്ചറിയാൻ കഴിവുള്ളവരായിരിക്കണം കുട്ടികളെന്ന് മെറിറ്റ് ഉദ്ഘാടനം ചെയ്ത ഇടുക്കി SP വിഷ്ണു. പക്ഷെ എന്നിരുന്നാലും ഒരിക്കൽ കൂടി ഉറച്ച തീരുമാനത്തോടെ ഈ ഒരു ലക്ഷ്യത്തിലേക്ക് എത്തണമെന്നുള്ള വാശിയോടുകൂടി വീണ്ടും പഠിച്ചു. കഴിഞ്ഞ ഓരോ പരാജയങ്ങളിലും കുറേ മിസ്റ്റേക്കുകൾ എൻ്റെ ഭാഗത്തുണ്ടായിരുന്നു പ്രിപ്പറേഷൻ്റെ ഭാഗമായിട്ടുള്ളത്. ആ മിസ്റ്റേക്കുകൾ സ്വയം തിരിച്ചറിഞ്ഞ് വീണ്ടും വീണ്ടും അതിനുവേണ്ടി പരിശ്രമിച്ചുകൊണ്ടേയിരുന്നു. അങ്ങനെയാണ് 4ാമത്തെ അറ്റംപ്റ്റിൽ ഇന്ത്യൻ സിവിൽ സർവീസ് എക്സാം ക്ലിയർ ചെയ്യുന്നതും ഇന്ത്യൻ പോലീസ് സർവീസിൻ്റെ ഭാഗമായിട്ട് ഇന്ന് ഇടുക്കി ജില്ലാ പോലീസ് മേധാവിയായിട്ട് നിങ്ങളുടെ മുന്നിലൊന്ന് സംസാരിക്കുന്നത്. ഇപ്പം ഞാൻ പറഞ്ഞു വരുന്നത് ഇത്രയേ ഉള്ളൂ. നമ്മുടെ സ്വപ്നങ്ങളെ തിരിച്ചറിയാൻ പഠിക്കുക. നമ്മുടെ സ്വപ്നങ്ങളെ ഡിഫൈൻ ചെയ്യേണ്ടതായ നമ്മൾ തന്നെയല്ലേ, മറ്റുള്ളവരാണ്. വലിയ സ്വപ്നങ്ങൾ കാണാമെന്നാണ് APJ അബ്ദുൽ കലാം പറഞ്ഞിട്ടുള്ളത്. പക്ഷെ വലിയ സ്വപ്നങ്ങൾ കാണുമ്പോൾ ചില ആൾക്കാർ നമ്മളോട് പറയും നമ്മളെ കൊണ്ടു പറ്റില്ല. അവരാണ് അപ്പോൾ നമ്മുടെ സ്വപ്നങ്ങളെ ഡിഫൈൻ ചെയ്യുന്നത്. ഒരു ചട്ടക്കൂട് ഉണ്ടാക്കിയിട്ട് ഇത്രയൊക്കെയുള്ള സ്വപ്നങ്ങൾ മാത്രമേ എനിക്ക് പറ്റൂ എന്നുള്ളത്. എനിക്ക് തോന്നുന്നു പെൺകുട്ടികൾക്ക് കുറച്ചുകൂടെ ഈ പറഞ്ഞായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. കാരണം അവരെടുത്താണ് കൂടുതലായിട്ട് ഇത് കേൾക്കുക. കാരണം സമൂഹം എപ്പോഴും നീ ഒരു പെൺകുട്ടിയാണ്, എനിക്കത് പറ്റില്ല, നീ ഒരു പെൺകുട്ടിയാണ്, എനിക്ക് മാത്രമേ പറ്റൂ. ആ ഒരു രീതിയിലുള്ള സ്വപ്നങ്ങളെ ഏറ്റവും കൂടുതൽ കണ്ടീഷൻ ചെയ്യുന്നതും ഡിഫൈൻ ചെയ്യുന്നതും അതിൻ്റെ ഇരകളാണെന്ന് കൂടുതലും പെൺകുട്ടികളാണ്. അല്ലാതെ ഉള്ളവരുമുണ്ട്. ഒരിക്കലും അത് അനുവദിക്കാൻ പാടുന്നതല്ല. നമ്മളാണ് നമ്മുടെ സ്വപ്നങ്ങളെ ഡിഫൈൻ ചെയ്യുന്നത്. നമ്മുടെ ലക്ഷ്യങ്ങൾ എന്താണെന്ന് ഡിഫൈൻ ചെയ്യുന്നത് നമ്മളാണ്. നമ്മളാണ് ആ കാര്യങ്ങൾ തീരുമാനിക്കുന്നത്. നമ്മുടെ ഗോൾസ് എന്താണ്, എങ്ങനെയാണ് അവിടത്തേക്ക് എത്തുന്നത്. പക്ഷെ നമ്മളത് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിനോടുള്ള നമ്മുടെ കമ്മിറ്റ്മെൻറ്റ് ആത്മാർത്ഥമായിരിക്കണം. തുടർന്ന് ഉയർന്ന വിജയം നേടിയ കുട്ടികളെ ആദരിച്ചു.
ഓസാനം സ്കൂളിലെ കുട്ടികളുടെ വിജയം മാതാപിതാക്കളുടെയും അധ്യാപകരുടെയും സ്കൂളിന്റെയും വിജയമാണെന്ന് സ്കൂൾ മാനേജർ ഫാദർ ജോസ് പറപ്പള്ളിയിൽ അധ്യക്ഷ പ്രസംഗത്തിൽ പറഞ്ഞു. നമുക്കറിയാം, കഴിഞ്ഞ 48 വർഷങ്ങൾക്ക് മുമ്പ് വളരെ എളിയ തോതിൽ ആരംഭിച്ച ഈ സ്കൂള് ഇന്ന് ജില്ലയിലെ തന്നെ ഏറ്റവും മികച്ച സ്കൂളായിട്ട് മാറി. അടിസ്ഥാന സൗകര്യങ്ങളിലും പാഠ്യാനുബന്ധ പ്രവർത്തനങ്ങളിലുമെല്ലാം മികവ് പുലർത്തുന്ന അറിയപ്പെടുന്ന ഒരു സ്ഥാപനമായി ഓസാനം ഇംഗ്ലീഷ് മീഡിയം ഹയർ സെക്കൻഡറി സ്കൂള് ഇന്ന് മാറിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പിന്നിൽ വലിയ അധ്വാനത്തിൻ്റെയും സമർപ്പണത്തിൻ്റെയും ചരിത്രമുണ്ട്. നമുക്കറിയാം, 50 വർഷങ്ങൾക്ക് മുമ്പ് കട്ടപ്പനയിലും ഈ പ്രാന്തപ്രദേശങ്ങളിലുമുള്ള കൃഷിക്കാരായ സാധാരണക്കാരുടെ മക്കൾക്ക് ഇംഗ്ലീഷ് വിദ്യാഭ്യാസം നൽകണമെന്നുള്ള ദീർഘവീക്ഷണത്തോടുകൂടെ ആരംഭിച്ചതാണ് നമ്മുടെ ഈ ഓസാനം ഇംഗ്ലീഷ് മീഡിയം ഹയർ സെക്കൻഡറി സ്കൂൾ. സ്കൂൾ പ്രിൻസിപ്പൽ ഫാദർ മനു കെ മാത്യു, PTA പ്രസിഡന്റ് സജി തോമസ്, ഹെഡ്മാസ്റ്റർ ഡേവിഡ് TJ തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് കുട്ടികളുടെ വിവിധ കലാപരിപാടികളും നടന്നു. ഇടുക്കി ലൈവ് ന്യൂസ്, കട്ടപ്പന. ഇടുക്കി ലൈവ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് ഇടുക്കി ജില്ലയിൽ ആദ്യമായി സെമി ഒളിമ്പിക് നിലവാരത്തിൽ ഒരു സ്വിമ്മിംഗ് പൂൾ. ഓസാനം സ്വിമ്മിംഗ് അക്കാദമി നിയർ ഓസാനം ഇംഗ്ലീഷ് മീഡിയം ഹയർ സെക്കൻഡറി സ്കൂൾ, കട്ടപ്പന. പ്രായഭേദമന്യേ ഏവർക്കും നീന്തൽ പരിശീലിക്കാം. മുഴുവൻ സമയവും പരിശീലകരുടെ സേവനം. സ്ത്രീകൾക്കും പുരുഷന്മാർക്കും പ്രത്യേക സമയക്രമീകരണം. പെൺകുട്ടികൾക്ക് വനിതാ പരിശീലകരുടെ സേവനം. കൂടാതെ ഓസാനം സ്കൂളിലെ കുട്ടികൾക്കായി അടുത്ത അധ്യയന വർഷം മുതൽ പഠനത്തോടൊപ്പം നീന്തൽ പരിശീലനവും. സുരക്ഷിത ജീവിതത്തിലേക്ക് നീന്തിക്കയറൂ. ഓസാനം സ്വിമ്മിംഗ് അക്കാദമി, കട്ടപ്പന.